ഇങ്ങനെ നിങ്ങൾക്ക് ചെമ്മീൻ നാടകം കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നാടകം ഉപേക്ഷിച്ചു. ഈ നാടകം ഉപേക്ഷിച്ചു. നമ്മൾ ഇത്ര ആളായിട്ട് നമ്മൾ പായസമാണ് ഉണ്ടാക്കുന്നത്. അതാണ് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം. എനിക്ക് ഈ സാധനം ഞാൻ അത് കഷ്ടി മുട്ടി എന്നിട്ട് തിന്ന് കഴിച്ചിട്ട് പുറത്ത് പോയിട്ട് ഓക്കാനിക്കും. അണ്ടിപ്പരിപ്പ് ഉണ്ടിപ്പരിപ്പ് ഒന്നും ചേർക്കോ. നമ്മുടെ പായസം അടിപൊളിയാണ് കേട്ടോ. അത് ചൂടാവും. എനിക്കറിയാം. ഇനി എൻ്റെ റേഞ്ച് മാറും. അല്ല, ഇത് പാവപ്പെട്ടവരുടെ പായസം അല്ലേ? ഉണ്ട്. പായസം നല്ല ടേസ്റ്റ് ഉണ്ട്. ദ്രുതഗതിയിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നല്ല മഴ വരുന്നുണ്ട്. ഞാൻ ഓടിയിട്ട് കാര്യം പറയാം. ഓടിച്ചില്ല, മഴ കൊള്ളാണ്ട്. സരിത അവിടെ ചെന്നിരിക്കുന്നുണ്ട്. അതേ പൊളഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത്. ഇന്ന് ഇത് വീഡിയോ ഇടുന്നത് ഉത്തരാടത്തിൻ്റെ തന്നെ കേട്ടോ. വളരെ ദുഃഖകരമായ ഇന്ന് പൂരാടമാണ്. പൂക്കളൊന്നും കാണിക്കില്ല. പൂക്കൾ അവിടെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വളരെ തുടക്കം തന്നെ ഒരു ദുഃഖകരമായിട്ടില്ല. ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ വിങ്ങൽ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നത്. ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് ആദ്യം തന്നെ. അപ്പോഴേ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ വീഡിയോ യൂട്യൂബ് ചാനലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ് ഞങ്ങളുടെ അധോലോകം എന്ന് പറഞ്ഞിട്ടുള്ള സംഘമുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങൾ കേരള സംഗീത നാടക അക്കാദമിയിൽ ഞങ്ങൾ നാടകം കളിക്കും. രംഗേന എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ സംഘത്തിൻ്റെ കീഴിൽ ഞങ്ങൾ നാടകം കളിക്കും. മനസ്സിന് സന്തോഷം. പൈസ ഒന്നും കിട്ടിയിട്ടല്ല, പൈസ ചിലവാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ നാടകങ്ങളും കളിക്കുക, പ്രശസ്തമായ നാടകങ്ങളൊക്കെ എടുത്ത് കളിക്കുക. അത് നമ്മുടെ പൈസ ടിക്കറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും തന്നെയല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയില്ല, നമ്മൾ ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുള്ള നാടകം, ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുള്ള നോവലാണ് കേട്ടോ. തകഴി ശിവശങ്കര പിള്ളേരെ ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുള്ള നോവലാണ് ഇത്. നമ്മൾ സെപ്റ്റംബർ 6-ാം തീയതി നാടകം കളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇത് 250 പേജുള്ള ഒരു പുസ്തകമാണ്, അറിയാമല്ലോ നിങ്ങൾക്ക്. അത് ഞാൻ നാടക രൂപത്തിൽ എഴുതി ഇതൊരു ഒരു കാര്യം പറയട്ടെ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്, ചില സിനിമകളുടെ സ്ക്രിപ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സ്ക്രിപ്റ്റ് ഈ പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. പത്മരാജന്റെ ഒക്കെ തിരക്കഥകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഈ ചെമ്മീന്റെ തിരക്കഥ കിട്ടാനുണ്ടോന്ന് അന്വേഷിച്ചപ്പോ കിട്ടിയില്ല. തിരക്കഥ കിട്ടിയിട്ട് കാര്യമില്ല. അത് സിനിമയുടെ തിരക്കഥയാണ്, നമുക്ക് നാടകത്തിന്റെ അല്ല. അതിലാകുമ്പോ സംഭാഷണങ്ങളായിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഇതിന് നാടകത്തിലേക്ക് മാറ്റാൻ എളുപ്പമായിരിക്കും. തിരക്കഥ കിട്ടിയാലും മതി, സ്ക്രിപ്റ്റ് കിട്ടിയാലും മതി. പക്ഷെ ഇത് നോവലാണ്. ആ നോവലിനെയാണ് നാടകത്തിന്റെ രൂപത്തിലേക്ക് മാറ്റിയത്. അതും ഒരു സ്റ്റേജിൽ കളിക്കുന്നതിൽ കുറേ പരിമിതികളിൽ നിന്നുള്ളതുകൊണ്ട് ഉള്ളിൽ നിന്നുകൊണ്ടിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. കടലുണ്ടാവില്ല, മീനുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ചെമ്മീനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പുസ്തകം നമ്മൾ ഓരോ പേജും 5ഉം 6ഉം വട്ടം വായിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ പേജും ഇങ്ങനെ എഴുതി നാടക രൂപത്തിലേക്ക് ആക്കിയത്. ഞാൻ കുറേ ദിവസത്തെ എൻ്റെ പ്രയത്നമാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഇവിടെ റിഹേഴ്സൽ ചെയ്യുന്നത്, എൻ്റെ ചിലവുകൾ, റിഹേഴ്സൽ ചെയ്യാൻ എല്ലാവരും വരുന്നത്, അവർക്ക് ഭക്ഷണം, കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ ഇതുകളും പല സ്ഥലങ്ങളിൽ വേറെ സ്ഥലത്ത് തൃശ്ശൂർ ചെയ്യുമ്പോൾ വാടകയ്ക്ക് എടുത്തിട്ട് നാടക റിഹേഴ്സലും എല്ലാവരുടെ സമയവും സന്ദർഭമൊക്കെ ചിലവഴിച്ചിട്ടാണ് നമ്മൾ ഈ നാടകം രൂപപ്പെടുത്തി ഈ സെപ്റ്റംബർ 6-ാം തീയതി കളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ഞങ്ങൾക്ക് ഈ പ്രതിവാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. വലിയ ഗ്രൂപ്പാണ്. 100-200 താഴെ അംഗങ്ങളുണ്ട് അതിൽ, നാടക ടീമുകൾ. അപ്പോൾ അതിലാണ് നമ്മൾ ഈ നാടകം കളിക്കുന്നതിൻ്റെ പോസ്റ്റ് ഇടുക. അപ്പോൾ ചെമ്മീൻ, തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ, സംവിധാനം അജിത് കുമാർ എന്ന ബ്രാക്കറ്റിൽ അജു എന്ന് എഴുതി, അങ്ങനെ കഥാപാത്രങ്ങളുടെ പേര്, അഭിനയിക്കുന്നവരെയും എല്ലാവരും സാങ്കേതിക പ്രവർത്തനമൊക്കെ ഇട്ടിട്ട് ഒരു ഇത്രയ്ക്ക് പോകുന്നൊരു പോസ്റ്റ് ആ ഗ്രൂപ്പിലിട്ടു. ഗ്രൂപ്പിലിട്ടത് 17-ാം തീയതി തയ്യാറാക്കി പോസ്റ്റർ ഇട്ടു. 17-ാം തീയതിയാണ് അതിലിടുന്നത്. അത് ഞാൻ കാണിച്ചു തരാം, സൈഡിൽ കാണിച്ചു തരാം. അതിട്ട് 17-ാം തീയതിയാണ്. ഈ 17-ാം തീയതി ഇട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അക്കാദമി, സംഗീത അക്കാദമിയിൽ നിന്ന് ഞങ്ങളുടെ മാഷ അറിയിച്ചോണം, ഇങ്ങനെ നിങ്ങൾക്ക് ചെമ്മീൻ നാടകം കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പരാതി 18-ാം തീയതിയാണ് കിട്ടിയത്. ആ പരാതി എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെമ്മീൻ നാടകം കളിക്കാനുള്ള അവകാശം കൊല്ലം തൂലിക എന്ന് പറഞ്ഞിട്ടുള്ള ബേബിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള
ഒരാളെ നിങ്ങൾ കൊല്ലംകാർ അറിയായിരിക്കും, തൂലിക എന്ന് പറഞ്ഞിട്ടുള്ളത്. ചെമ്മീൻ നാടകം കളിക്കാനുള്ള അവകാശം അവർക്കാണ് തകഴി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ അജു അങ്ങനെ കത്തിലെഴുതിയിട്ടുണ്ട് കളിക്കുന്നതായി അറിഞ്ഞപ്പോൾ അത് കളിക്കുകയാണെങ്കിൽ നിയമ നടപടികളിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് വന്നു. അപ്പോൾ ഞങ്ങൾ പേടിച്ചു. ഞങ്ങൾ ഇതിന് മുന്നേ ഈ ചെമ്മീൻ്റെ നാടകത്തിൻ്റെ ഇത് കളിക്കാനുള്ള അവകാശം ആർക്കൊക്കെയാണെന്ന് അന്വേഷിച്ചു, കിട്ടുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ പോസ്റ്റ് അപ്പം നാടകം നമുക്ക് കളിക്കാൻ പറ്റില്ല. നിലവിൽ ആ നാടകം ഉപേക്ഷിച്ചു. ഈ നാടകം ഉപേക്ഷിച്ചു. നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട ഇത് നാടകം ഉപേക്ഷിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഈ പറഞ്ഞ ഗ്രൂപ്പിലുള്ള ഒരാളാണ് അല്ല ഞാൻ ഇങ്ങനെ കാലിട്ടിരിക്കാനാണ് ഈ കൊല്ലം തൂലിക എന്ന് പറഞ്ഞിട്ടുള്ള അവരെ അറിയിച്ചത്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂട്യൂബിൽ നാടകം ഇട്ടുണ്ട്. തകഴി പണ്ട് അവർക്ക് എഴുതി കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങൾക്കാണ് നാടകം കളിക്കാനുള്ള ആവശ്യം. അവർ 10 എത്ര സ്റ്റേജ് കളിച്ചിട്ടുണ്ട്, കണ്ടമാനം സ്റ്റേജ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു അവരെ നാടകം അങ്ങനെ കോപ്പി ചെയ്തിട്ട് ഞങ്ങൾ കളിക്കാമെന്ന് വിചാരിച്ചു. അത് 3.5 മണി പ്രൊഫഷണലാണ്, ടിക്കറ്റ് വെച്ചിട്ട് പൈസ അത് വെച്ച് പൈസ ഉണ്ടാക്കുകയാണ് അങ്ങനെയാന്ന് വിചാരിച്ചു. അതുകൊണ്ട് നാടകമാണെന്നാണ് അവർ വിചാരിച്ചിരിക്കണേ. നമ്മൾ പൈസ വെച്ച് ടിക്കറ്റ് വെച്ചിട്ടാണ് ഇത് കളിക്കണേന്നും ഇത് വെച്ച് കാശുണ്ടാക്കുകയാണ്. അവരുടെ നാടകം യൂട്യൂബിൽ എടുക്കണം, അങ്ങനെ തന്നെ കോപ്പി അടിച്ചിട്ട് നമ്മൾ ചെയ്യാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ സംസാരിച്ചു വന്നപ്പോ നമ്മള് ഇത് ഒരു പഠനത്തിന്റെ ഭാഗമായി ഭയങ്കര വിഷമായി. അവര് പറഞ്ഞു അയ്യോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കളിച്ചോ, നിങ്ങൾ കളിക്കണം അങ്ങനെ പറഞ്ഞ് അവര് നമ്മളോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാ കളിച്ചോളാൻ പറഞ്ഞിട്ട്. നമ്മൾക്ക് ഇതൊരു സന്തോഷം, എല്ലാവർക്കും കുറച്ച് പേർക്ക് നാടകം കാണാനുള്ള ഒരു ഇത് അത്രേ ഉള്ളൂ. നമ്മളിത് നോവലിൽ നിന്ന് 1 മണിക്കൂറാക്കി ചുരുക്കിയിട്ട് 1.5 മണിക്കൂർ ആകെ ചുരുക്കിയിട്ടുള്ള ഒരു നാടകം പ്രവേശനം സൗജന്യമായിട്ടാണ് ചെയ്യണത്. ഒറ്റ കളിക്കുള്ളൂ. അപ്പോൾ ഇതെന്തൊരു സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള ഒരാളാണ് അവരെ ഇത് അറിയിച്ചത്. ആള് നാടകപ്രേമിയായിരിക്കും. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും അധോലോകാന്ന് അധോലോകമായിട്ട് ഇതൊരു ബന്ധമില്ല. വേറൊരു ഗ്രൂപ്പ് ഉണ്ട് നാടകക്കാരുടെ ഗ്രൂപ്പ്. അതിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ആള് അറിയിച്ചോടെ അപ്പൊ ആ അറിയിച്ച ആളെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കണം ധാരണ. അപ്പൊ അവരോട് ചോദിച്ചു, കൊല്ലം തൂലികക്കാരോട് ചോദിച്ചു. അവര് പറഞ്ഞത് അത് ഞങ്ങൾ പറയാൻ പറ്റും. പക്ഷെ അവർ നാടകത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ പറയണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാടകത്തിനെ നശിപ്പിക്കാൻ ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ, ഈ ഗ്രൂപ്പിലുള്ള ആളാണല്ലോ അവരെ അറിയിച്ചത്. അപ്പൊ ദയവ് ഇത് ആൾക്കറിയാം ഇത് അമേച്ചർ നാടകമാണ്, പ്രൊഫഷണൽ അല്ല. പിന്നെ അവരുടെ നാടകം കോപ്പി അടിച്ചിട്ട് നമ്മൾ ചെയ്യണതല്ല. എല്ലാം അറിയാവുന്ന ഒരാളാണ്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് അവരത് അറിയിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഈ നാടകം കളിക്കരുത് എന്ന് മാത്രമാണ് ആളുടെ ഉദ്ദേശമുള്ളൂ. നടന്നു. അത് മാത്രല്ല ഇതിൽ വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ ഈ നാടകം കളിക്കാനുള്ള അവകാശം ആർക്കാണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ല ശരിക്കും. ഇനിയിപ്പോ ഇതിന്റെ കോപ്പിറൈറ്റ് DC ബുക്സ് അല്ല, DC എന്നുണ്ട്. അങ്ങനെ കുറെ പേർക്ക് ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെ നിർമ്മാണം രാമുകാരിയായിട്ടല്ല, DCക്കാണ് ഇതിന്റെ, അത് പബ്ലിഷേഴ്സ് അല്ലേ. അപ്പൊ അറിയില്ല. അപ്പൊ ആർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം നിർമ്മിച്ചേക്കണത് രാമുകാരിയായിട്ടല്ല. അയ്യോ സോറി, ആള് ഡയറക്ഷനാണ്. ബാബു സേട്ട് കൊച്ചിയുള്ളത് മരിച്ചുപോയി. അപ്പൊ ആൾക്കായിരിക്കും ചിലപ്പോ റൈറ്റ്, അവർക്ക് ആർക്കൊക്കെയോ ഇതിന്റെ റൈറ്റ് ഉണ്ട്, അവകാശം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇതിന്റെ അവകാശം ആർക്കാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിന്ന് അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എഴുതി വെച്ച ഈ നാടകം വളരെ സിമ്പിളായിട്ടുള്ള ആളുകൾക്ക് എന്താ പറയുക, ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു നാടകം കളിക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചത്. ലാഭേച്ഛ തീരില്ല ഇതിൽ നമ്മൾ. അപ്പോൾ ഈ ആളിൽ നിന്ന് കണ്ടുപിടിക്കണം ഞങ്ങൾക്ക് ഇത് ആരാണ് അറിയിച്ചത്. അപ്പോൾ കൊല്ലം തൂലിക അവർ നാടകത്തെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഈ പറഞ്ഞു വന്ന വ്യക്തിനെ അവർ പറയണം ഇത് ആരാണ് അറിയിച്ചെന്നുള്ളത്. ആ ആളെ കണ്ടുപിടിക്കണം. ഇപ്പം ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ ചർച്ച മുഴുവൻ ഇതാണ്. അപ്പോൾ വിഷമകരമായിട്ട് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈ സെപ്റ്റംബർ 6-ാം തീയതി നാടകം കാണാൻ വരാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ നാടകം ഉപേക്ഷിച്ച വിവരം വ്യസന സമേതം നമ്മൾ അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം വന്ന കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതിൻ്റെ സന്തോഷ സൂചകമായി ഇതിൻ്റെ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഉത്തരാളായിട്ട് നമ്മൾ പായസമാണ് ഉണ്ടാക്കുന്നത്. ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പണ്ട് കാലത്ത് പറയും, പാവപ്പെട്ടതിൻ്റെ പായസം എന്ന് പറയും. ഉണക്കലരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പായസം വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഇത്തിരി കൂടിയും ആഡംബരമായി. അന്ന് കാലത്ത് തീരെ കാശില്ലാത്തവർ സദ്യകൾക്കൊക്കെ വയ്ക്കുന്ന പായസമാണ് അവിയൽ പായസവും ഇടിച്ചു പിഴിഞ്ഞ പായസവും.
ഇത് ഉണക്കല്ലരി കൊണ്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഒരു കപ്പ് ഉണക്കല്ലരി എടുക്കാം നമുക്ക്. കാരണം ഇതിൽ അധികം സാധനങ്ങളൊന്നും വെറുതെ ചേർക്കില്ല, നാളികേരം പാല് അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം ചേർക്കില്ലേ പണ്ട് കാലത്തിട്ടാ. അപ്പോൾ ഇന്ന് നമ്മൾ അച്ഛൻ ഇടിച്ചു പിടിച്ച പായസം അടിപൊളിയായിട്ടുണ്ടാക്കും. നമ്മൾ അമ്പലത്തിൽ വയ്ക്കണ മറ്റേ പായസത്തിൽ പാല് ചേർക്കും, അത്രല്ലോ. പാല് നാളികേരം പാല് അങ്ങനെയൊന്നും ചേർക്കില്ലേ, വളരെ തുച്ഛമായി നാളികേരം പാലും ശർക്കര കൂടുതലും ചേർത്തിട്ട് വെറുതെ ഒരു പിണ്ടി പായസം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു. അപ്പം അരി ആദ്യം കഴുകണം. അങ്ങനെ ഇവിടെ ചെമ്മീൻ ഗുദാഹവ, എന്തൊരു പ്രതീക്ഷ അവിടെ പോയതാണ്. അപ്പം ആരായാലും ഇങ്ങനെ ചെയ്ത് ശരിയല്ല എന്ന് പറയണതാണ്. അയാളുടെ ഉള്ളിൽ എത്ര വിഷമാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനല്ല, ഞങ്ങളുടെ ടീം. അപ്പോൾ ഈ സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലത്തെ എല്ലാവരെയും സംശയദൃഷ്ടിയിലാക്കല്ലേ ഈ ഒരാൾ ചെയ്ത ഒരു പാതകത്തിൻ്റെ ഇത് എല്ലാവരും. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗ്രൂപ്പിലല്ലാണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആണെങ്കിലോ, വീഡിയോയില് ഇതാ അതേപോലെ തന്നെ എഴുതി കൊണ്ടത്. അതിൽ എഴുതിയ പ്രകാരമാണ് എഴുതിയിട്ടുള്ളത്. അജിത് കുമാർ ബ്രാക്കറ്റിൽ അജു എന്ന് എഴുതിയിട്ട് അവർക്കറിയില്ല. അതിൽ കറക്റ്റ് ആയിട്ടല്ല എഴുതി. ഞാൻ ഇവിടെ ഈ പരാതി കൊടുത്തിട്ടില്ല. അക്കാദമിയിൽ കൊടുത്ത പരാതി നമ്മുടെ കയ്യിലുണ്ട്. അക്കാദമിക്ക് കിട്ടിയ പരാതി നമുക്ക് അതിന്റെ കോപ്പി തന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് വീഡിയോ കാണുന്നവർ 99% പേരും നമ്മൾ ഇഷ്ടമുള്ളവരാണ്. പക്ഷെ 1% പേരുണ്ടാവുമല്ലോ ഇഷ്ടമില്ലാത്തവര്, ഹേറ്റേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ള വല്ലവരും ആണെങ്കിലോ നമ്മുടെ വീഡിയോയിൽ പറയണതല്ലേ. ഇത് ഇട്ടതിന്റെ അന്ന് തന്നെയാണ് ഈ സാധനം, അതുകൊണ്ടാണ് പോസ്റ്റർ ഇട്ട അതിന്റെ അന്നല്ല പിറ്റേ ദിവസമാണ് പരാതി വന്നത്. നമ്മൾ അരി കഴുകിയപ്പോ ഇത് വെള്ള കളറായി കണ്ട അതിന്റെ. പക്ഷെ കാട്ടുകുതിര കളിച്ചപ്പോ എന്താ അങ്ങനെ ഒരു സംഭവം വരാഞ്ഞേ? കാട്ടുകുതിര ഇതുപോലെ വേറെ ആൾക്ക് റൈറ്റ് ഉണ്ടാവില്ല, സിനിമ നാടകമൊക്കെ ആയിട്ട്. കാട്ടുകുതിര കളിച്ചപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷെ അത് കുഴപ്പമില്ലായിരുന്നു. അതെന്തുകൊണ്ടാ അപ്പോ? അത് കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മൾ ഉരുളി അടപ്പത്ത് വെച്ചു. നമ്മൾ അരി വേവിക്കാൻ പോവാണ് കേട്ടോ. അരി ഉരുളിയിലിട്ടിട്ട് നമ്മൾ വേവിക്കാൻ പോവാണ്. 1 കപ്പ് അരി എടുത്തു നമ്മൾ. പിന്നെ നമ്മൾ 2 നാളികേരത്തിൻ്റെ പാല് എടുത്തിട്ടുണ്ട്. 1-ാം പാല് 2-ാം പാല് മാറ്റി വെച്ച് ഇത് 3-ാം പാലാണ് കേട്ടോ. ഒരു 2-3 ഗ്ലാസ് വെള്ളത്തിൽ ഇത് 2 വേവിക്കുന്നത് നമ്മൾ കേട്ടോ. പാല് ആദ്യം വെച്ചിട്ട് തിളയ്ക്കുമ്പോൾ വേണം അരിയുടെ. അത് കുഴപ്പമൊന്നുമില്ല ഇല്ലേ? ആ ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഈ അരി പായസം വയ്ക്കണേൽ ചേട്ടൻ പുലിയാണെന്ന് അറിയാം. എൻ്റെ നിർദ്ദേശങ്ങളുടെ ഒന്നും ആവശ്യം. അത് തിളയ്ക്കുന്ന വെച്ചാൽ തിളയ്ക്കുന്ന ഒരു ഇത് അത് കുഴപ്പമില്ല. അതുകൊണ്ട് ഒരു മാറ്റം സംഭവിക്കാൻ പോകില്ല. മഴ ദിവസം അല്ലേ? നിങ്ങളെ വർത്താനം പറഞ്ഞ് ബോറടിപ്പിച്ചതുകൊണ്ട് ഈ ചെമ്മീൻ കിമ്മീന്ന് പറഞ്ഞിട്ട്. അല്ല, അത് കാര്യം പറയണ്ടേ? ശരി, നല്ല വേഷമല്ലേ? മിക്കവാറും നല്ല കമന്റ്സ് എവിടം വരെയായി റിഹേഴ്സൽ ചോദിച്ചിട്ട് കമന്റ്സ് വരണതാ. അപ്പൊ നമുക്ക് അവരെ അറിയിക്കണല്ലോ. നമ്മൾ ഇതുവരെ നാടകത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മളത് മുടങ്ങിപ്പോയി അത് ക്യാൻസൽ ചെയ്ത കാര്യം അറിയിക്കണമല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ്. ക്യാൻസൽ ചെയ്തതിന്റെ കാരണം പറയണം, എന്തുകൊണ്ട് അത് ക്യാൻസലായി. ഒരു ശോകമുഖമായ ഒരു ഇതിലായിരുന്നു ചെമ്മീൻ ഗ്രൂപ്പ്. എല്ലാവരും വളരെ വിഷമത്തിലായിരുന്നു. കാരണം കൊറേ റിഹേഴ്സൽ ചെയ്തിട്ടേ കൊറേ ഡയലോഗൊക്കെ ഒരുവിധം എല്ലാവരും ഡയലോഗൊക്കെ അതും ഡയലോഗ് വെറുതെ പറഞ്ഞാലും പോരല്ലോ, ആ സ്ലാങ് പിടിക്കണ്ടേ? ഒരു കടപ്പുറം ഭാഷയല്ലേ, ആ സ്ലാങ് കറക്റ്റ് ആവണം. പറഞ്ഞ് നമ്മൾ വെറുതെ കൂടുമ്പോ സംസാരിക്കണത് വരെ ആ ഭാഷയിലായിരുന്നു. മറ്റേ ആരാണ്, സ്നേഹലിജി ചേച്ചിയും കിഷോറും അവരൊക്കെ ആ ഭാഷയല്ല, ആ ഒരു സ്ലാങ്ങിലാ നമ്മളോട് സാധാരണ പോലെ സംസാരിച്ചോടുന്നത്. അവര് ആ സ്ലാങ് വിട്ടു പോയിരുന്നു വെച്ചിട്ടേ. അങ്ങനത്തെ ഒരു കിഷോറാണെങ്കിൽ വേറെ നാടകത്തിൽ നിന്നൊക്കെ പിന്മാറി ഒരാളെ കാരണം സ്ലാങ് പോവും. അതിലാണെങ്കിൽ അച്ചടി ഭാഷ പറയണം ആ നാടകത്തിൽ. അപ്പൊ ഇതും അതും കൂടി ചിലപ്പോ ഇതിൽ അച്ചടി ഭാഷ കയറി വരും, അല്ലെങ്കിൽ അതിൽ കടപ്പുറം സ്ലാങ് കയറി വരും. അപ്പൊ അത് പാടില്ലല്ലോ. അപ്പോ അത് കാരണം അവൻ അതിൽ നിന്നൊക്കെ പിന്മാറിയതായിരുന്നു. ഡയലോഗ് ഏതാണ്ട് 90% പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ എന്തെങ്കിലും കളിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഇനിയിപ്പോ ഒറിജിനലായിട്ട് ശരിക്കും ഇതിന്റെ റൈറ്റ് ആർക്കാണ് നിയമപ്രകാരം ഉള്ള? ഇതിപ്പോ തകഴി കൊടുത്തിട്ടുള്ളതാണ് അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. എത്ര കൊല്ലം മുന്നേ 92 പിന്നെ ഇതിൽ ഒരു കാര്യമുണ്ട്, നമുക്ക് ഏത് നാടകം എടുത്ത് കളിക്കാനായിട്ടുള്ള ഒരു അവകാശം എന്ന് പറഞ്ഞ ഒരു അവകാശമുണ്ട്. അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കഥാകൃത്ത് ഇപ്പം ആരാണ് എഴുതിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ മരിച്ചിട്ട്
60 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പബ്ലിക്കായി മാറി. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എടുത്ത് ഇത് ചെയ്യാം. റൈറ്റ് പോയി അവരുടെ കയ്യിൽ നിന്ന് അവകാശം പോയി. അതായത് ഇപ്പോൾ നമുക്ക് രമണൻ എടുത്ത് കളിക്കാം, കുമാരനാശാൻ്റെ ഇതുകളൊക്കെ എടുത്ത് കളിക്കാം, O ചന്തുമേനോൻ്റെയൊക്കെ കൃതികൾ നാടക രൂപത്തിലാക്കിയിട്ട് കളിക്കാം, അങ്ങനത്തെ കളിക്കാം. അപ്പോൾ തകഴി 1999 മരിച്ചത്. അപ്പോൾ 26 കൊല്ലം നമുക്ക് ശരിക്കും ചെമ്മീൻ കളിക്കാനുള്ള ശരിക്കും എല്ലാവർക്കും കളിക്കാനുള്ള അവകാശം കണ്ടെങ്കിൽ 1960 എത്തണം. വേറെ ഏതെങ്കിലും നാടകം നോക്കണം. ഇപ്പോൾ ചെമ്മീൻ ഒരു സ്വപ്നമായിരുന്നേ. ഏറ്റവും വിഷമം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മധുവേട്ടന് അവരൊക്കെ ഇതിലേക്ക് കുടില് ഇതൊക്കെ വേണ്ടേ? സാധാരണ നമ്മുടെ നാടകം ദാരിദ്ര്യ നാടകങ്ങളാവാറ്. പരമാവധി ബഡ്ജറ്റ് ചുരുക്കാൻ വേണ്ടി പ്രോപ്പർട്ടികളൊക്കെ വേണ്ടാന്ന് നിൽക്കും. നാടകത്തിന്റെ സ്റ്റേജ് വളരെ ശുഷ്കിച്ച ഒരു സ്റ്റേജാണ് ആവാറ് നമ്മുടെ നാടകങ്ങൾ കളിക്കുമ്പോൾ. 0 ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്യാറ്. നാടകം ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള സെറ്റുകളെ വേണ്ടോ? അത്യാവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടികൾ എന്തെങ്കിലും അത്യാവശ്യമുള്ള മാത്രം നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ പക്ഷേ ചിലത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. വഞ്ചിയില്ലാണ്ട് പറ്റില്ല. മീൻ വലുത് വേണം, വല വേണം, ചൂണ്ട വേണം, മറ്റേ തൊപ്പി വേണം, കുടില്, മറ്റേ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മസ്റ്റാണ് ഇതിൽ. ആ നാടകം ആ സിനിമയൊക്കെ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞു കെടുക്കണ സാധനങ്ങളാ. ക്ലാസിക് സാധനല്ലേ. അപ്പൊ നമ്മള് വെറുതെ ഒരു ബെഞ്ച് കൊണ്ടുവന്നിട്ടിട്ട് അത് കടപ്പുറാണെന്ന് സങ്കല്പിച്ച് അങ്ങനെ ഇതൊരു വഞ്ചിയാണെന്ന് സങ്കല്പിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ വേണം. അപ്പൊ ആ പ്രോപ്പർട്ടി വരെ ഉണ്ടാക്കല് കഴിഞ്ഞു. അവരതിന്റെ ഫോട്ടോസ് ഇട്ടേക്കാ ഗ്രൂപ്പില്. എന്താ ചെയ്യാ? അതും കറുത്തമ്മ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് അടുപ്പില് തീ അങ്ങനത്തെ ഒരു സീൻ ഉണ്ട്. അതിന് വേണ്ടിട്ട് ഒരു അടുപ്പ്, ആ അടുപ്പ് എന്ത് രസാ. തീ കത്തുമ്മയില്ലേ? തീ കത്താന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്, LED ലൈറ്റ് ആണ് അതിൽ വരാ. പക്ഷെ നമുക്ക് പ്രഷർക്ക് കാണുമ്പോ അടുപ്പിൽ തീ കത്തണ പോലെ തോന്നും. അങ്ങനത്തെ ഒക്കെ വരെ ആളുണ്ടാക്കിയിട്ടുണ്ട്. അതേ രവിമംഗലത്തുള്ള മധു എന്ന് പറയണ ചേട്ടൻ. അപ്പൊ അതൊക്കെ ചെയ്തിട്ടേ അപ്പൊ അതൊക്കെ ഒരു വിഷമം. കുറെ കാര്യങ്ങള് പായസം തലയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ജഗു ഒരു സദ്യക്ക് പോവാണ് കേട്ടാ. ജഗു ഡ്രസ്സൊക്കെ മാറി ഇവന്റെ കൂട്ടുകാരൻ ഒരു സദ്യക്ക് ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാന്ന്. ഒന്നുമില്ല, വെറുതെ. അപ്പൊ പോയിട്ട് വാ. തലയിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ടാ. തിളച്ചിട്ട് അരി വേണമെങ്കിൽ ഇടാം, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടാ. എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. ഫുള്ള് വേണ്ടാ, വെള്ളം വറ്റി തുടങ്ങിയണ്ട. കോഴികൾ ഭയങ്കര നിലവിളിയാണല്ലോ. അവറ്റങ്ങൾക്ക് നിലവിളിക്കാൻ വേറെ കാരണം ഉണ്ടാ. വെന്തുണ്ടോ നോക്കട്ടെ. ഒരു മണി എടുത്തിട്ട് നോക്കി മുഴുവൻ ഫുള്ള് വേണ്ടാ. എത്ര ശതമാനം വേവണം? 90-95%. 50% പോലും വെന്തിട്ടില്ല. 50 മുറുക്കല്ലേ? മുറുക്കുണ്ട്. ഇത് നമ്മുടെ ചോറ് നല്ല മുറുക്കുണ്ട്. ഇത് ഒന്നും ആവണില്ല ഞെങ്ങുമ്പോ. ആവട്ടെ, ചോറ് വീണ പോലെ കുഴയേണ്ട ആവശ്യമില്ല. കുഴയല്ല, ഇത്തിരി ആവട്ടെ ആവട്ടെ ആവട്ടെ. കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചാലോ? അതാവട്ടെ. ഇതേക്കോ അതിൽ വെള്ളം ഉണ്ട്, വറ്റട്ടെ. അത് ഈ വെള്ളമൊക്കെ വറ്റിക്കണം. മൂടിയിടണ? മൂടിയിട്ട് വേഗം മൂടിയിട്ട പെട്ടെന്ന് വെന്താനെ. മൂടിയെടുത്തിട്ട് വരണ. ഇനി മൂടണ? മൂടണ്ട. ഇവിടെ ഇരുന്നില്ല, ഇനി എണീക്കാൻ മടി. അതാണ് പ്രധാന കാര്യം. എണീറ്റ് അവിടെ പോയിട്ട് മൂടി എടുത്തിട്ട് നമ്മുടെ അല്ല. ഞാനേ ഈ പായസം ഉണ്ടല്ലോ, ഇതിനെ ഇടിച്ചു പിഴിഞ്ഞ പായസം പറയാം. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? പണ്ട് കാലത്ത് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയുന്നില്ല. നാളികേരം വേണമെങ്കിൽ കുറച്ച് ഇടിച്ച് പിഴിയ. ഈ സാധനം പിണ്ടി പായസം. പണ്ട് കാലത്തേ ശബരിമല സീസണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിൽ നിന്ന് ചിലപ്പോൾ 2-3 പേരൊക്കെ ശബരിമലയ്ക്ക് പോകും. പണ്ട് കാലത്ത് 1978 ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 78-77 ആ സമയത്ത് ഓരോ വീടുകളിൽ ശബരിമലയ്ക്ക് പോകുമ്പോൾ അവിടെ സദ്യ ഉണ്ടാവും. മനസ്സിലായ? കെട്ട് നിറച്ച് പോണെന്ന്. അപ്പൊ സദ്യ ഉണ്ടാവും. നാട്ടിലുള്ള അതൊക്കെ ഗംഭീരമായിട്ടുള്ള അല്ല, സാധാരണ എല്ലാ വീട്ടിലും ചെറിയൊരു സദ്യ ഉണ്ടാവും. അപ്പൊ ഈ സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലത്തെ പിള്ളേർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും. എല്ലാവർക്കും അവരെ ഈ ഇറയത്ത് ഇലയിട്ടിട്ട് ചമ്മണപടിയിട്ടിരുന്നിട്ട് ഇങ്ങനെ ചോറ് വിളമ്പി ഭക്ഷണം കഴിച്ച് പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഈ സ്വാമിമാർ ഭക്ഷണം കഴിക്കുക. അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പം നമ്മൾ ഈ സദ്യ കിട്ടുന്നതല്ലേ എല്ലാ വീട്ടിലും പോവും അന്ന്. എല്ലാ പിള്ളേരും ഉണ്ടാവും, കുറേ പിള്ളേർ എൻ്റെ പ്രായത്തിലും എൻ്റെ ചെറിയ പ്രായത്തിലും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ കിടാങ്ങൾക്ക് ആദ്യം സദ്യ കൊടുക്കും. അപ്പോൾ എനിക്ക് ചോറിന് സദ്യ ഉണ്ണാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഒന്നുമില്ല, വെറുതെ ഒരു ചോറ്, സാമ്പാർ, പിന്നെ വല്ല ഉപ്പേരി, അത്ര തന്നെ ഉള്ളത്. പിന്നെ ഈ ഇടിച്ചു പിഴിഞ്ഞ ഈ പിണ്ടി പായസം
എനിക്ക് ഈ സാധനം എന്ന് പറഞ്ഞാൽ കണ്ണ് ദൃഷ്ടിയാണ് ഇവിടെ. പിണ്ടി പായസം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? ഈ അരി വേവിച്ചിട്ട് അതിലേക്ക് ശർക്കര വെല്ലത്തിൻ്റെ അച്ചിട്ടിട്ട് അതിൽ കുറച്ച് നാളികേരം ചെരുക്കിയിട്ടിട്ട് കട്ട കുത്തിയിട്ട് അതാണ് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം. എനിക്ക് ഈ സാധനം ഇതെല്ലാ സ്ഥലത്തും ഈ പായസം ഉണ്ടാവുക. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നും അപ്പം ഇത് ഒരു നാട്ടിലത്തെ ഒരാളുണ്ട് കേട്ടോ, ഒരു ചേട്ടാ ഇങ്ങനെ വരിയായിട്ടിരിക്കുമ്പോൾ എന്നിപ്പോൾ എനിക്ക് ഈ സാധനം ഇലയിൽ തന്നെ കിടക്കുന്നത് കണ്ട് കലിയ. അത് സത്യമല്ലത്, എനിക്ക് അത്ര ഇഷ്ടമല്ല. ഈ ചേട്ടൻ എന്താ ചെയ്യുന്നത് അറിയോ? നമ്മളിലും ലൂടെ കൊണ്ടിട്ട് ഒറ്റ വിളമ്പും വേണ്ടെന്നും പറയാനുള്ള നമുക്ക് അതിനുള്ള പവറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അന്ന് ചെറിയ ആ ചേട്ടനെ കുറ്റം പറഞ്ഞ എന്താ കാര്യം? ആള് ശരിക്കും സാധാരണ പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടമാണല്ലോ. എല്ലാവരും മൂക്കുമുട്ടടിക്കും. ചേട്ടന് ഇഷ്ടമില്ല ആൾക്ക് ഇങ്ങനറിയാ. അല്ല ഇത് കേക്ക് ഇപ്പൊ ഒരു സ്ഥലത്ത് തന്നെയാണ് എന്നിട്ടേ ഈ സാധനം ചോറിന് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനത്തിന് ഉണ്ടായി ഞാനത് കണ്ണ് തുറപ്പിച്ചത് ഒരു വറ്റ് പോലും കളയാൻ പാടില്ല. അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര എന്നിട്ട് ഞാനിങ്ങനെ എടുത്ത് തിന്നുമ്പോ അയാൾ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അയാൾ എന്നെ കണ്ണു തുറപ്പിക്കും. എന്നിട്ട് അയാൾ എന്നെ നോക്കിയിരുന്നു കണ്ണു തുറപ്പിക്കുന്നു. ഞാൻ അത് കഷ്ടി മുട്ടി എന്നിട്ട് തിന്ന് കഴിച്ചിട്ട് പുറത്ത് പോയിട്ട് ഓക്കാനിക്കും അകലെ ഓടിയിട്ട്. ഇതിന് പിന്നെ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഈ സാധനം കിട്ടും. എനിക്ക് ഈ പിണ്ടി പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കണ്ണ് ദൃഷ്ടി കണ്ടുവിടും. അങ്ങനെയാണ്. ഞാനൊക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കുറച്ച് സമയം കാത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പായസം എല്ലാവർക്കും കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ ആ സോമിൽ റോഡിൽ താമസിക്കണ സമയത്ത് മിക്കവാറും ദിവസം കിഴുത്തൂർക്കോവിൽ അമ്പലമുണ്ട്. സോമിൽ റോഡിൽ മറ്റേ പാതേര അവിടെ മറ്റേ റെയിൽ പാളല്ലേ അതിൻ്റെ അവിടെ ഒരു കിഴുത്തൂർക്കോവിൽ ശിവക്ഷേത്രം ഉണ്ട്. മിക്കവാറും ദിവസം അങ്ങോട്ട് പോകും. അപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നാമൊക്കെ ചൊല്ലും. അവിടെ നമ്മളെ ഭജനയൊക്കെ പഠിപ്പിക്കാൻ ഒരു മാഷൊക്കെ വന്നു തുടങ്ങുന്നൊരു ഭാഗവതർ ഒരു ബുക്ക് മറ്റേ കുറേ നാമങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് അന്ന് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ടുള്ളതാണ് ഈ ശിവപഞ്ചാക്ഷരി മന്ത്രം, ലിംഗാഷ്ടകം, മഹാലക്ഷ്മി അഷ്ടകം, അങ്ങനെ കുറേ ശ്ലോകങ്ങളൊക്കെ അന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് ചൊല്ലും അവിടെ പോയിട്ട്. അപ്പോൾ ദീപാരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കാത്തിരിക്കും. അപ്പോൾ പായസം കഴിച്ചിട്ടുള്ളവരൊക്കെ അവരൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പായസം അവിടെ ഉള്ളവർക്കൊക്കെ തരും. അത് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ചേട്ടന് ഇഷ്ടമല്ല. അത് കാരണം ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയാലും നമ്മള് പായസം കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ചേട്ടൻ. പിന്നെ എന്തൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കഴിക്കുക. കാരണം ഏത് നിമിഷവും കല്ല് കടിക്കും. ശർക്കരയിൽ കല്ലുണ്ടാവുമല്ലോ, അപ്പം അത് കടിക്കും. അത് കടിച്ചു കഴിഞ്ഞാൽ പോയി കാര്യം. അപ്പം അതിങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ ആക്കി നോക്കിയിട്ടാണ് കടിക്കുള്ളൂ. എന്നിട്ട് കല്ല് തടഞ്ഞു കഴിഞ്ഞാൽ തുപ്പിക്കളയും. അങ്ങനെ പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പിന്നെ അച്ഛന് അപ്പൊ അങ്ങനത്തെ പായസം നമ്മുടെ വീട്ടില് എല്ലാ വീട്ടിലും പിറന്നാളുകൾക്കൊക്കെ ഒരുവിധം എല്ലാവരും പിറന്നാളുകൾക്കും ഒരുവിധം വീട്ടിലൊക്കെ 90-99% വയ്ക്കുന്നതും ഇങ്ങനത്തെ പായസം തന്നെ ആയിരിക്കും. ഈ അരിപ്പായസം സിമ്പിളായിട്ട് എളുപ്പമാണല്ലോ. പിന്നെ ചെലവില്ല ഇതിന്, അധികം ചെലവില്ലാത്ത ഇതില് വേറെ അണ്ടിപ്പരിപ്പ് ഉണ്ടിപ്പരിപ്പ് ഒന്നും ചേർക്കോ അല്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കില്ല. മനസ്സിലായ ആകെപ്പാട് ചുക്കുപൊടി ജീരകപ്പൊടി മാത്രമാണ് ചേർക്കുക. ഏലക്കായ പോലും ചേർക്കലില്ലേ. അപ്പം അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്താ ചിരിക്കുന്നത്? അപ്പം അങ്ങനത്തെ അത് ചിലവ് പറഞ്ഞാൽ ഈ പാവപ്പെട്ട പായസമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കില്ല. അപ്പം ഒരുവിധം 99% വീട്ടിലും ഇതാണ്. അച്ഛനാണ് നമ്മുടെ വീട്ടിൽ ഇതിനൊരു മാറ്റം വരുത്തിയിട്ട് നാളികേരപ്പാല് ഒരു തവണ നാളികേരട്ടപ്പം കൂടുതൽ നാളികേരം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പിണ്ടി പായസം ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു. അടപ്രധാന വെല്ലുന്ന പോലെയായിരുന്നു അച്ഛൻ പായസം ഉണ്ടാക്കിയത്. അന്നാണ് ഈ പായസത്തിന് ഇങ്ങനെ ഒരു ഭാഗഭേദം ഉണ്ടെന്ന്. അത് ലൂസായിരുന്നു. മറ്റേതെന്ന് പറഞ്ഞാൽ കട്ട കുത്തിയിട്ടല്ലേ, കട്ട കുത്തിയിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് വയ്ക്കുക. അല്ല ഇങ്ങനെ വെച്ച് ഒരു കൂമ്പാരം കുത്തിയിട്ടാണ് കയ്യിൽ ഒറ്റ കുത്തി പോവും അവർ. ഇത് വെള്ളം വെച്ച് തുടങ്ങിയിട്ട് ആ തരുത വെന്തട്ടിലേക്ക് ചൂടുവെള്ളം വെന്തട്ടിലിങ്ങനെ ചൂടുവെള്ളം ഒഴിക്കണം. നോക്ക് നോക്കാനൊന്നുമില്ല, കണ്ടാ തന്നെ അറിയാം. നോക്കിയേ അരി കുതിർന്ന പോലെ ഇത്തിരി കൂടി വേണം. ചൂടുവെള്ളം മൂടി എടുത്തോട്ടാ. മൂടി എടുത്ത് കഴിഞ്ഞാൽ ഒരു കാര്യട്ടാ, മൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എന്താ ഈ വെള്ളത്തും കൊണ്ട്. കാരണം ഇത് വേവാനൊന്നും അധികം സമയം വേണ്ടേ. മൂടി എടുത്ത് ഇടാണ്ടിരുന്ന് അബദ്ധമായി. ഞാൻ പെട്ടെന്ന് വേവെന്ന് വിചാരിച്ചു. കരുതി ചൂടുവെള്ളം കൊണ്ടിട്ടുണ്ട്, തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട്. മുന്നേ മൂടി വെച്ചിരുന്നുണ്ടെങ്കിൽ എൻ്റെ മെത്തിക്കാവരുത്. ഇത്തിരി ഒഴിക്കണം കേട്ടാ. മുളക് ഒഴിച്ചോ? ആയി തിളച്ചു. മതി മതി, ഇനി മൂടിയാൽ മതി. ഏയ് ഇല്ല മൂട്.
നമ്മുടെ അരി ഒരു 3/4 വേവായിട്ടാ. അപ്പോൾ ഇനി നമുക്ക് ശർക്കര നീര് ഒഴിക്കട്ടെ. ശർക്കര നീര് സരിതേ നാളിരം പാൽ എടുത്ത് തരാം. രണ്ടാം പാല് ശർക്കര നീര് ഒരു 450 ഗ്രാമിൻ്റെ 450 ഗ്രാമിനെ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മറയൂർ ശർക്കര തന്നെയാണോ? അതെ, മറയൂർ ശർക്കര നമ്മൾ ഉരുക്കി കൊണ്ടുവന്ന കാരണം കൊണ്ടാണ് പാക്കറ്റ് കാണിച്ചു തരാത്ത. അപ്പൊ അതിന്റെ ഫോൺ നമ്പർ കൊടുത്തോളൂ ചേട്ടാ. മറയൂർ ശർക്കര കിട്ടാനല്ലേ ആളുകൾക്ക്. അവര് തന്നിട്ട് അന്ന് നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ വിളിച്ച് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ ചുറ്റുവട്ടത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ ചോദിക്കി, നിങ്ങൾ നിരന്തരം ചോദിക്കുക, അപ്പൊ അവര് കൊണ്ടുവന്ന് വെക്കും. ഈ മഹിമയുടെ മറയൂർ ശർക്കര എന്ന് മാത്രം പറയുന്നത് മഹിമ എന്ന് പറയണം കേട്ടാ. മഹിമ മറയൂർ ശർക്കര ഒരുപാടുണ്ട്, അതിന്റെ മഹിമയുടെയാണ് ഏറ്റവും നല്ലത് നമ്മൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കണത്. കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കണതാ. അപ്പോൾ മഹിമ ശർക്കര തന്നെ വേണമെന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കണ സൂപ്പർ മാർക്കറ്റിൽ ചോദിക്കും. അപ്പോൾ അവർ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് വെച്ചോളും. അതാണ് ഏറ്റവും നല്ല മാർഗം. ഇനി ഇതൊക്കെ ഇടുന്ന ഇതിൽ പറ്റണം കേട്ടോ. എന്നിട്ട് നമുക്ക് ചേട്ടാ അടിയിൽ വേറൊരു സൗണ്ട് അടി പിടിച്ചാ. അടിയിൽ പിടിച്ചല്ലത്, പിന്നെ ചോറിങ്ങനെ പതിഞ്ഞ് കിടക്കുന്ന പതഞ്ഞ്, അതിനെയാണ് അടി പിടിച്ചെന്ന് പച്ച മലയാളത്തിൽ പറയാ. ചോറിങ്ങനെ പതിഞ്ഞ് കിടക്കുന്നു, ഒട്ടിപ്പിടിച്ച് കിടക്കല്ലേ അല്ലേ? അതന്നെ. മഴക്കാര് പൊന്തുണോക്കിയേ നടന്ന് മഴ ദിവസമാണ്. നമ്മുടെ പായസം അങ്ങനെയുണ്ട്. ഇത് പറ്റി നല്ല പാകായിക്കൊണ്ടിരിക്കുന്നു കേട്ടാ. സരിതാ നിളക്കിയ ഞാൻ റോഡ് പണി കാണിച്ചു കൊടുക്കട്ടെ അവർക്ക്. ഈ മഴ ഇപ്പൊ മഴ അലക്കുമ്പോഴേക്കും ഞങ്ങൾ ഓടി. ചേട്ടന് പറ്റിയില്ലേ? അതെ, ഗംഭീരമായ മഴയാണ് വരാൻ പോണത്. റോഡ് പണി നല്ല പുരോഗമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കൊന്ന് കാണിച്ചു തരാം വെച്ചിട്ടാ. മഴയത്തെ ഒരു പണിയുന്നുണ്ട്. അന്തരീക്ഷം കണ്ട ഇരുട്ടി ഇരുട്ടി ഇരുട്ടി. ഇവിടെ പുല്ല് വെട്ടുന്നുണ്ട്. അവിടെ വലിയ പറമ്പിൽ പുല്ല് വെട്ടുന്നുണ്ട്. ദ്രുതഗതിയിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കടപ്പം നല്ല ഭംഗിയായില്ലേ? ഇവിടെയാണ് ഒരു ലോക്ക് വരുമെന്ന് പറഞ്ഞത്. കടാ ഈ ലോക്ക് ഇപ്പം നോക്കി നല്ല പോലെ ചേർത്തിട്ടുണ്ട്. പോയിന്റ് വരും. പിന്നെ നേരെയാണ് പോകുന്നത്. കേട്ടാ വേഗം വേഗം പണി നീങ്ങുന്നുണ്ട്. ഇത് കൂടുതൽ പണിക്കാരുണ്ട്. കേട്ടാ ഇവിടെ മരത്തി അടിച്ച് മിനിച്ചിട്ട് റോഡ് പണി നടക്കുന്നത്. ഭയങ്കര വീതിയായിട്ട് നമ്മുടെ റോഡിന് 13 അടിക്ക് മീതെ 13 അടിയാണ് വീതി. ഇവിടെ നിന്ന് വിട്ടിട്ട് ഇവിടെ വരെ 13 അടിക്ക് മീതെ വീതി വരുന്നുണ്ട്. അടിപൊളിയില്ലേ സത്യം? സത്യം എന്താട്ടാ, നമ്മുടെ റോഡ് പണി ഏറ്റെടുത്ത സത്യനെ നമ്മൾ അറിയില്ലേ? സത്യൻ്റെ ഫോൺ നമ്പറൊക്കെ തരാട്ടാ. നിങ്ങൾക്ക് റോഡ് പണിക്ക് എത്ര വലിയ നീളം കൂടിയ റോഡും സത്യം പണിയും. അടിപൊളി. അപ്പോൾ സത്യനെ നമുക്ക് പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ സനീഷാണ് പരിചയപ്പെടുത്തിയെന്നല്ല കേട്ടോ. അപ്പോൾ സത്യൻ്റെ ഫോൺ നമ്പറൊക്കെ തരാം എല്ലാ പണിയും കഴിഞ്ഞിട്ട് കേട്ടാ. അല്ലെങ്കിൽ ഇതിലും വേണമെങ്കിൽ തരാം. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ കുറേ പേർക്ക് പണിയുള്ളവരുണ്ട് കേട്ടോ. കേരളം മുഴുവൻ പണിയോ? കേരളം മൊത്തലക്കും കേട്ടാ. എവിടെ വേണ്ടിയും കൂടുതൽ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂരാണ് കൂടുതലല്ലേ. അപ്പൊ പണി നടക്കട്ടെ. ഭംഗിയായി. എന്താ എന്തൊരു മഴ. എന്താ പണി എടുക്കറ? ഇതിലൊന്നുമില്ല. എന്തൊരു വേഗം റോഡ് പണി കഴിയുന്നത്. മുക്കാലെത്തി അടക്കി. പായസം അവർക്ക് കൊടുക്കാം. ഏത് നമ്മുടെ പണിക്കാരുണ്ട് ബംഗാളികൾ, അവർക്ക് ഇഷ്ടവും. നമ്മുടെ പായസം അടിപൊളിയാണ് കേട്ടോ. അത് കട നല്ല പോലെ പറ്റി വരുന്നത്. അപ്പൊ സരിതിക്ക് തിന്നിത്തിരി വേണമെന്ന്. അവൾക്ക് പണ്ടത്തെ നമ്മളിപ്പോഴായാലും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പായസം കഴിപ്പിക്കും ചിലപ്പോഴേ. പക്ഷേ പായസം കഴിപ്പിക്കാൻ നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉച്ച തിരിഞ്ഞാലേ പിറ്റേ ദിവസമൊക്കെ അത് വാങ്ങിക്കാൻ പോണ്ടി വരാം. അപ്പോൾ വാങ്ങിക്കാനായിട്ട് ചേട്ടൻ പോവില്ല. ആ സ്ലിപ്പൊക്കെ അവർ തരും. ഇത് കഴിച്ചോക്കട്ടെ എങ്ങനെ ഉണ്ടെങ്കിൽ. ചൂടാവും. അതെനിക്കറിയാം. റോഡ് പണിക്കാര് ചോറിന നിർത്തി. അമ്പലത്തിലത്തെ പായസത്തിന്റെ രസമില്ല. ഇതില് ഏലക്കായും ജീരകം അതൊക്കെ ഇടാത്തോണ്ടാവും. അതൊന്നും ഇട്ടിട്ടില്ലല്ലോ. വെറുതെ ശർക്കര മാത്രമല്ലോ. നമ്മുടെ ഭയങ്കര കട്ടിയായിട്ടാ കേട്ടാ. നല്ല പോലെ ചേർന്നു ഇതിലേക്ക് ശർക്കരയൊക്കെ. അപ്പൊ നിങ്ങൾക്ക് 2ാം പാൽ ഒഴിക്കട്ടെ. 2ാം പാല് നമുക്ക് കുറച്ച് 2 പ്രാവശ്യമായിട്ട് ഒഴിക്കുക. 2 നാളികേരത്തിൻ്റെ പാലിന് കേട്ടാ. ഇനി എൻ്റെ റേഞ്ച് മാറും. ഇതുവരെയുള്ള പായസമല്ല. സരിതര കയ്യിൽ നിന്ന് പിടിവിട്ടു. ഇപ്പോൾ പായസം കഴിഞ്ഞിട്ട്
വെറുതെ കഴിക്കാല്ലേ, വെറുതെ ബാക്കിയുള്ള ഒഴിക്കണം കേട്ടാ. ഇനി പെട്ടെന്നാവട്ടാ. ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാൻ പോകണ്ട. ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു സരിതയിൽ ഉപ്പില്ലേ, ഒരു നുള്ളു ഉപ്പ് ചേർക്കണം കേട്ടാ. വെറുതെ സരിത ഇറക്കിയിട്ട് നമുക്ക് ഏലക്കായ പൊടിയും ഇതൊക്കെ ചേർക്കാം കേട്ടാ. മഴയല്ലേ, ഏലക്കായും ചുക്കും ജീരകമൊക്കെ അമ്മീൻ വിട്ട് ഇടിക്കാന്ന് വിചാരിച്ചേ, മഴ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചേ. ഇതിപ്പോൾ അതിന് പറ്റില്ല. നേരത്തെ പൊടിച്ചേക്കായിരുന്നു, നേരത്തെ പൊടിച്ച് വെച്ചാൽ തീർന്നു. ഭയങ്കര മഴയായി. ആ സമയം പൊടിച്ചാ പോരാൻ വിചാരിച്ചു നമ്മള്. അപാരമായ മഴയത്താണ് നമ്മൾ പായസം വയ്ക്കുന്നത്. ഇപ്പോൾ നോക്കിയേ, ഇങ്ങനെയായിട്ടാ നല്ല പായസമായിട്ട് മാറി. അപ്പം ഇനി നമുക്കേ ഇനി ഒന്നാം പാൽ എന്ന് പറഞ്ഞ സാധനം ഒഴിക്കാം. ഒന്നാം പാൽ നല്ല കട്ടിപ്പാലാണ് കേട്ടോ. കണ്ട, ഒരു തുണ്ട് വെള്ളം ചേർക്കാണ്ട് 2 നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ. നോക്കിയിട്ട് കട്ടി നോക്കിയേ, വെട്ടിയ മുറിയില്ല, അങ്ങനത്തെ പാല്. ഇനി നമ്മൾ ഇത് തിളയ്ക്കാനായിട്ട് അനുവദിക്കുന്നില്ല കേട്ടോ. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇറക്കാം. ഇനി ഏലക്കായും ജീരകം ചുക്കൊക്കെ നമുക്ക് ഇതിൽ ചേർക്കണം. അത് മഴ കാരനാണ്, അതല്ലേ അകത്തിന് പൊടിക്കാൻ പറ്റില്ല, അമ്മി വിട്ട് പിടിക്കാന്ന് വിചാരിച്ചാൽ. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ നമുക്കിത് ഇറക്കിയിട്ട് ഇത് അവിടെ വയ്ക്കാം. ഇനി അല്ലെങ്കിൽ കട്ടി കൂടും. ഇത് വയ്ക്കുന്നു. നല്ല പായസത്തിൻ്റെ കളറായി. നമ്മൾ ഈ പായസത്തിൽ നെയ്യ് ചേർക്കാറില്ല കേട്ടോ. നെയ്യ് ചേർക്കണമെങ്കിൽ നമുക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ചേർക്കാൻ വേണമെങ്കിൽ പായസത്തിൽ കാച്ചി ഒഴിക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 5-8 ഏലക്കായ, ഒരു കഷ്ണം ചുക്ക്, കുറച്ച് ജീരകം, ഇത് സരിത പൊടിച്ചുകൊണ്ടിരും. പൊടിച്ചു കൊണ്ടുവന്നാൽ മതിയായിരുന്നു മുന്നേ. ആ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. അത് മഴ കാരനാണ്, അല്ലെങ്കിൽ നമ്മൾ പൊടിച്ച് ഇതാക്കിയാണ് കേട്ടോ. പായസത്തിന് നല്ല മണമാണ് കേട്ടോ. മഴ കൂടി പിന്നെ ബാഗ് ഓടിക്കരി ഇല്ല. എന്നാ എന്നാ നടക്ക്. അയ്യേ വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. കുട എടുത്ത് വന്നോ കേട്ടോ, അപ്പുറത്ത് കുടയുണ്ട് കേട്ടാ. ആ നമ്മുടെ പായസം ഇതിലേക്ക് ഈ പൊടി ഇരുന്ന് കേട്ടാ. സരിത അരച്ചു കൊണ്ടുവന്ന പൊടി, അരച്ചല്ല പൊടിച്ചു കൊണ്ടുവന്ന പൊടി. ഇളക്ക് പരത്തിടായിരുന്നല്ലേ. അത് പലിയും എനിക്ക് കിടന്ന് കുറെ ചൂടായിട്ട് കിടക്കുന്ന സാധനമല്ലേ. നെയ്യ് ചേർത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയതിട്ടാ. നെയ്യ് ഞാൻ അല്ല, ഇത് പാവപ്പെട്ടവരുടെ പായസല്ലേ, വില കൂടിയ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, അണ്ടിപ്പരിപ്പ് ചേർക്കില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയല്ല ഇളക്കാം, ഇങ്ങനെ ഇളക്കണം പായസം. അല്ല, ഞാൻ അതിനെങ്ങനെ പൊടിയിനെങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ കറക്റ്റായി. ഞാനിവിടെ പായസത്തിന് പണി കഴിഞ്ഞുട്ടാ. ഞാൻ കയ്യിലെടുത്തില്ലേ സരിത, ഭയങ്കര ചൂടാ. ആ കയ്യിലെടുത്തിട്ടില്ലേ അല്ലേ. ഒരു അരി മതി, ഒരു ലേശം മതി. എനിക്ക് മറ്റേത് കഴിച്ചിട്ട് തന്നെ തലയ്ക്ക് അടിച്ചു. മതി മതി മതി. ഇതിൽ നമുക്ക് നാളേരെ കൊത്തൊക്കെ വറുത്തിട്ട് എന്തൊരു കുഴപ്പം. പണ്ട് കാശില്ലാത്തവര്, അത് വാങ്ങിക്കാൻ കഴിവില്ലാത്തവര് ഇതിൽ വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നെയ്യുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, നാളികേരമുണ്ട്. അത് നമുക്ക് ചെയ്തൂടെ? ചെയ്തോ, ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ചെയ്യാന്ന് പറഞ്ഞില്ലേ. ഫോണുണ്ടായില്ലേ. ഞാനീപ്പോ ഈ നെയ്യ് ഒഴിക്കേണ്ടത് കഴിക്കുമ്പോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാ. അല്ലാണ്ട് നെയ്യ് ഒഴിക്കാൻ നമുക്ക് പറ്റണ്ടല്ലോ, നെയ്യൊക്കെ ഉണ്ട് ഇവിടെ. എടുത്തിട്ട് വരണ നെയ്യ് ചേട്ടൻ ഒഴിക്കണമെന്നുണ്ട് തോന്നുന്നുണ്ട്. അല്ല അറിയില്ലേ പായസത്തിന്റെ, ചിലർ പറയേ പായസത്തിന്റെ യഥാർത്ഥ ഇത് കിട്ടണമെങ്കിൽ അതിൽ നെയ്യ് വെറുതെ എങ്ങനെ ഒഴിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മുന്നേ തന്നെ നെയ്യ് ഒഴിക്കണ്ടായിരുന്നു. അപ്പോ ശർക്കര നെയ്യ് ഒഴിച്ചപ്പോ കുഴപ്പമില്ല. എനിക്ക് നെയ്യിൻ്റെ ആവശ്യമില്ല. ഉണ്ട് പായസം നല്ല ടേസ്റ്റ് ഉണ്ട്, കറക്റ്റ് മധുരമാണ്. നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല, ആവശ്യകത ഇല്ല ഇതില്. വെക്കേണ്ട വിധത്തിൽ വെച്ചപ്പോ എന്തൊരു ടേസ്റ്റാ. അടിപൊളി പായസം അതിൻ്റെ ഇടാ. ഞാൻ ചൂടാറിട്ട് കുടിക്കാട്ടാ. ചൂട് പെട്ടെന്നാറും, അന്തരീക്ഷം തണുത്തിരിക്കാണ്. ആവി പോണണ്ട. ഞാൻ ഇപ്പോൾ എത്ര കവള് കുടിച്ചു. അടിപൊളി പായസം അതിൻ്റെ ഇട്ടാ. ഇങ്ങനത്തെ ഒരു പായസം ഒന്നും പെട്ടെന്ന് കിട്ടില്ല. ഇടിച്ചു പിഴിഞ്ഞ പായസം എന്താണോ അങ്ങനെ പറയണേ? ചിലപ്പോ നാളേരെ പാൽ ഇടിച്ചിട്ടാവോ പിഴിയുണ്ടാവുക ഇതിലേക്ക്. ഇടിച്ച് പിഴിഞ്ഞിട്ട് അത് അങ്ങനെ അല്ല, എല്ലാത്തിലേക്കും നാളേരെ പാൽ ചേർക്കുമല്ലോ അല്ലേ. പിന്നെ ഇതിനെ മാത്രം എന്താ ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറയണേ? അതൊന്നുമില്ല. നീ കുടിച്ചിട്ട് പറഞ്ഞ ചൂടാറട്ടെ. ഇപ്പൊ കുഴപ്പമില്ല. നീ കുടിച്ചോ, ധൈര്യമായിട്ട് കുടിച്ചോ. ഇത് ഞാൻ കാണിച്ചു തരാം. ആവി പോണ് നോക്ക്.
അതൊന്നും കുഴപ്പമില്ല, നീ ഇത് കുടിച്ചു, ഞാൻ കുടിച്ചു കഴിയാറായി. ധൈര്യമായിട്ട് കുടിച്ചോ. നീണ്ട പൈസ കുഴപ്പമില്ല. നെയ്യിൻ്റെ ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പം നെയ്യ് അത്ര ആവശ്യ വസ്തു ഒന്നല്ല. വേണമെങ്കിൽ നെയ്യിൽ കുറച്ച് നാളേരെ കുത്ത്. അതൊക്കെ അത് അല്ലാണ്ട് തന്നെ അരി കടിക്കല്ലേ, നല്ല രസമായിട്ട് കടിക്കുക. നല്ല രസമായിട്ടല്ല കടിക്കുന്നത്, ഒരു ഭീകരതയില്ല. അപ്പം നമ്മുടെ ഇതാണ് ഇന്ന് പറയാനുള്ള മെയിനായിട്ട് ചെമ്മീനെ പറ്റിയിട്ടാണ്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഞങ്ങൾ ഇന്നലെ നിവിൻ പോളിയുടെ സിനിമ കണ്ടു. നല്ല സിനിമയാട്ടാ. ഞാൻ ഒരു തുണ്ട് പോലും ഉറങ്ങിയില്ലേ. ഭയങ്കര ഇഷ്ടപ്പെടാം. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ കുടുംബ യൂണിറ്റ് എല്ലാവരും കണ്ടോളട്ടെ. നല്ല രസപ്പെടാം. നല്ല ചിരിക്കാൻ കുറെ ഉണ്ട്. ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ഭീകരതകളൊന്നുമില്ല. എല്ലാ ഫാമിലികൾക്ക് അടിപൊളിയിരുന്ന് കാണാം. ഞാൻ സാധാരണ സിനിമ തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കത്തിലേക്ക് പോകുന്നത്. അത് ഞാൻ തീരെ ഉറങ്ങിയിട്ട് ഞാൻ ഫുള്ളിരുന്നുണ്ട്. ആസ്വദിക്കാൻ പറ്റും നമുക്ക്. എത്ര പ്രായമായിട്ടുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പം ശരിക്കും ഫീല് വരും. ഞാൻ സരിതും തമ്മിൽ 10-12 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ. അതിൽ നിവിൻ പോളിയും കഥ പറയാൻ പാടില്ലല്ലോ. നിവിൻ അല്ല, അതിലുള്ള കഥാപാത്രം ഈ 13 വയസ്സിൻ്റെ വ്യത്യാസമാണ് കാണിക്കുന്നത്. അപ്പോൾ അടിപൊളി പായസം, അടിപൊളി ഉത്രാടാവട്ടെ. അപ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. ഇനി ഞങ്ങൾ ഈ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും. വലിയ മഴ വരിക, കറണ്ട് വരവും പോവായിട്ടിരിക്കണം.